ഹലോ, വെൽക്കം ബാക്ക് ടു RJ വ്ളോഗ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൂകാംബിക പാർട്ട് 1 വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് മൂകാംബികയിലെ തന്നെ വളരെ പ്രശസ്തമായ കുടജാദ്രിയിൽ ഞങ്ങൾ പോയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടുപ്പിയിലാണ് പോയത്. ഉടുപ്പി ഞങ്ങളൊരു ഫുൾ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുടജാദ്രി വിശേഷങ്ങളും അതുകൂടാതെ തന്നെ ഉടുപ്പി വിശേഷങ്ങളും ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ മൂകാംബിക അമ്പലത്തിൽ നിന്നും ഏകദേശം 40-45 കിലോമീറ്റർ യാത്ര ചെയ്ത് കുടജാദ്രിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ജീപ്പ് വഴി മാത്രമേ കുടജാദ്രിയിൽ എത്താൻ പറ്റത്തുള്ളൂ. ഓഫ് റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വരുന്ന വഴി ഭയങ്കര ദുർഘടകരമായ വഴിയാണ്. നല്ല സ്കില്ലായിട്ടുള്ള ഡ്രൈവർ ആയതുകൊണ്ട് നമ്മൾ വളരെ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് വരുന്ന സമയത്ത് വീഡിയോസോ ഫോട്ടോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അമ്മാതിരിയുള്ള റോഡായിരുന്നു. അപ്പോൾ മൂകാംബികയിൽ വന്നാൽ കുടജാദ്രിയിൽ തൊഴാതെ കുടജാദ്രി മല കയറി അവിടുത്തെ ആദിശങ്കരൻ്റെ പീഠം കാണാതെ പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 2-2:30 നമ്മളിവിടെ കുടജാദ്രിയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വെയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ കയറുമ്പോൾ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ കുടജാദ്രിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മൂകാംബിക ദേവിയുടെ ഉത്ഭവസ്ഥാനം കുടജാദ്രിയിലാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് മൂകാംബിക ദേവിയുടെ ഉത്ഭവസ്ഥാനത്താണ്. അവിടെ നമ്മൾ തൊഴുതിന് ശേഷം നേരെ നമ്മൾ കുടജാദ്രി മല കയറും. ഞങ്ങൾ കുടജാദ്രിയിൽ എത്തിയത് ഏകദേശം ഒരു ഉച്ച സമയത്തോടു കൂടിയാണ്, 2-2:30 ടൈമിലോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ കാണുന്നില്ല. കുറേ പേര് മേ ബി മല കയറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം. അപ്പോൾ കുടജാദ്രി മല കയറാൻ വരുന്ന ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കുടജാദ്രി മല കയറണം. അപ്പോൾ ഈ കാണുന്ന വീട് വന്നിട്ട് ഇവിടുത്തെ അതായത് ഈ അമ്പലത്തിൽ പൂജ കഴിക്കുന്ന ആളുടെ വീടാണ്. ഇവിടെ അങ്ങനെ അധികം വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ അമ്പലത്തിലെ കുറച്ച് പേരുടെ വീടുകളാണ് ഇവിടെ കാണുന്നത്. കുറച്ചല്ല, 1-2 വീടുകൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് കുടജാദ്രിയിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള റോഡുകൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെയായിരിക്കും കുടജാദ്രി എന്നുള്ളത്. പിന്നെ അവർ പറയുന്നുണ്ട് നമുക്ക് കയറാൻ പറ്റുന്ന ആളുകൾ മാത്രം മല കയറിയാൽ മതി, അല്ലാത്ത ആളുകൾ താഴത്ത് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, വിശ്രമിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇപ്പം എല്ലാവരും പറയാറുണ്ട് മൂകാംബിക ദേവി വിളിച്ചാൽ മാത്രമേ നമുക്ക് മൂകാംബികയിലൂടെ ചെല്ലാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കുടജാദ്രിയിലും. നമുക്ക് ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കുടജാദ്രി മല കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുടജാദ്രി മല കയറാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ ഞങ്ങൾ കുടജാദ്രി മല കയറാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം കണ്ടു. അതുകൂടാതെ തന്നെ 2 ക്ഷേത്രങ്ങൾ കൂടെ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടെ പോയി തൊഴുത് അവിടുത്തെ പ്രസാദങ്ങൾ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ മല കയറാൻ തുടങ്ങിയത്. മലയുടെ ആ ഒരു ഹൈറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി പോകുന്ന റോഡെല്ലാം ഇങ്ങനത്തെ റോഡാണ്, അതായത് കല്ലും അതുപോലെ തന്നെ ഒരുപാട് പാറകളൊക്കെ നിറഞ്ഞ റോഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുടജാദ്രി മല കയറണം. ഏകദേശം ഇപ്പം നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് മല കയറാൻ പറ്റുമെന്ന് പറഞ്ഞു അവർ. അല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്ത് ഒരു 3/4 മണിക്കൂർ ഇല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കും നമുക്ക് കുടജാദ്രി മല കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല മഴയുള്ള സമയങ്ങളിൽ പോലും ആളുകൾ വന്ന് മല കയറാറുണ്ടെന്ന് ഇവർ പറയാറുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു മലയാണ് കുടജാദ്രി മല. പോകുന്ന വഴി സത്യം പറഞ്ഞാൽ നല്ല ഒരു ടഫായിട്ടുള്ള റോഡാണ്. നമ്മൾ എന്തായാലും പക്ഷേ ദൈവത്തെ പ്രാർത്ഥിച്ച് നമ്മൾ മല കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കാണും, നല്ല ഒരു കല്ലും പാറയൊക്കെ ഉള്ളൊരു റോഡായിരുന്നു. റോഡല്ല, ഒരു മലയായിരുന്നു.
അതിനുശേഷം ഇപ്പം നമ്മളൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളായിട്ടാണ് കുടജാദ്രി മല കിടക്കുന്നത്. കുറച്ച് നിരപ്പായിട്ട്, പിന്നെ കുറച്ച് കുത്തനെ, പിന്നെ കുറച്ച് സ്റ്റെപ്സൊക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഈ മല കയറി വരുന്ന ആളുകളാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഈ ഒരു കോടയുടെ ഒരു ഫീൽ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഉച്ചനേരം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു തണുത്ത കാറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ താഴെ നിൽക്കുന്നതിനേക്കാളുമുള്ള ബെറ്റർ കാലാവസ്ഥയായിരുന്നു മുകളിൽ കയറാൻ തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ വളരെ കെയറോടുകൂടെ വേണം കൊണ്ടുപോകാൻ. ഇതിൻ്റെ ഒരു ഭാഗത്ത് മൊത്തം കൊക്കയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് മല കയറി തിരിച്ച് താഴെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടെ ആരെങ്കിലൊക്കെ കൂട്ടുന്ന സമയത്ത് അവരെ കൂടെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മലയുടെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കയറുമ്പോൾ മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു കുന്നെല്ലാം കയറി വീണ്ടും നമ്മൾ ഈ പാറ കഷ്ണങ്ങൾ കുറേ കാണാൻ പറ്റും. ഇനിയൊക്കെ പാറ പോലത്തെ ഒരു മലയാണ്. അതിനുശേഷം നമ്മളൊരു വനത്തിലോട്ട് എൻട്രി ചെയ്യുന്ന പോലൊരു ഫീലിംഗാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് മലയുടെ രണ്ട് വശത്തും നല്ല വനങ്ങളാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് യാത്ര ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കുറച്ച് കുന്ന്, കുറച്ച് മല, അതുപോലെ തന്നെ കുറച്ച് കാട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങി ചേർന്ന് നടക്കുന്ന ഒരു വികാരമാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ കുടജാദ്രി എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മലയാണല്ലോ. കുടജാദ്രിയെക്കുറിച്ച് കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിലും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മൂകാംബികയിൽ വരാനും, അതുകൂടാതെ തന്നെ കുടജാദ്രിയിൽ വന്നിട്ട് ആദിശങ്കരൻ്റെ പീഠം കാണാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എനിക്ക് വളരെ എനർജറ്റിക്കോടുകൂടി തന്നെയാണ് ഞാൻ മല കയറുന്നത്. നമ്മൾ മല കയറി ഏകദേശം കുടജാദ്രിയുടെ ടോപ്പ് ലെവൽ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴി എനിക്ക് ഫുള്ള് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ചില മല കയറുന്ന സമയത്ത് ചില ഭാഗങ്ങൾ വളരെ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് വീഡിയോ എടുത്ത് നടക്കുന്നത് അത്രയും സേഫ് അല്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പല പോർഷൻസ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള കുറേ സീൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, കാണാനുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും വീഡിയോ എടുത്തില്ല. എന്താ വെച്ചാൽ എനിക്ക് മല കയറുന്നതിനോടുള്ള ഒരു ഫോക്കസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ആദിശങ്കരൻ്റെ ആ ഒരു പീഠത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുടജാദ്രിയിൽ വന്നാൽ എല്ലാവരും വന്ന് കണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പോകുന്നൊരു സ്ഥലം ആദിശങ്കരൻ്റെ പീഠം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെയാണ് ആദിശങ്കരൻ ദേവിയെ കണ്ടത്. ദേവി ഇവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുടജാദ്രി. അങ്ങനെ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഉടുപ്പിയിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടുപ്പിക്കുള്ള ട്രെയിൻ കയറണം. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ട് ഉടുപ്പിയിലോട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം, അതുകൂടാതെ തന്നെ അവിടെ ഒരു മാൽപേ ബീച്ച് ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. അമ്പലത്തിൽ നിന്നും ഏകദേശം ഒരു 7-8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മാൽപേ ബീച്ചിലോട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഉടുപ്പിയിലോട്ടാണ്.
ഇപ്പം നമ്മൾ ഉടുപ്പിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്യാബ് എടുത്തിട്ട് വേണം നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ. വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ഓട്ടോറിക്ഷയിലൊക്കെ പോകാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആളുകൾ അധികമായതുകൊണ്ട് ഞങ്ങളൊരു ക്യാബ് എടുക്കാമെന്ന് വെച്ചു. ഏകദേശം ഒരു 500-600 രൂപയ്ക്ക് നമുക്കത് കിട്ടും. 10 മിനിറ്റ് പോലുള്ള ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അമ്പലം എത്തും. അപ്പോൾ ഇതാണ് ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സാധാരണ ആളുകൾ മൂകാംബികയിലോട്ട് വരുന്ന സമയത്ത് ഉടുപ്പിയിൽ വന്നതിന് ശേഷമാണ് മൂകാംബികയിലോട്ട് വരുന്നത്. എനിക്ക് ഉടുപ്പിയിൽ വന്നപ്പോൾ നമ്മുടെ ഗുരുവായൂരിൻ്റെയൊക്കെ ഏകദേശം ഒരു ആംബിയൻസ് എനിക്ക് തോന്നി. ഈ ഒരു കുളവും അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഓർമ്മയാണ് എനിക്ക് വന്നത്. അപ്പോൾ ഉടുപ്പി വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് നമുക്ക് ബീച്ചും ഒരുപാട് ഐലൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറമേയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. അതുകൂടാതെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഒരു സ്ട്രക്ചറും അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഒരു കൊത്തുപണികളൊക്കെ നല്ല രസമാണ്. അമ്പലത്തിനകത്ത് വീഡിയോസ് ആൻഡ് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ തൊഴുത് വന്നതിന് ശേഷം അമ്പലത്തിൽ പ്രസാദം ഉണ്ട്, അതായത് ഉച്ചഭക്ഷണം. അത് വളരെ ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണമൊന്നുമല്ല, സദ്യ എന്നും പറയാൻ പറ്റില്ല. അവർ നമുക്ക് ഒരു ചോറ്, അതായത് ഒരു പ്ലേറ്റിൽ ചോറ്, പിന്നെ സാമ്പാർ, പായസം, അതുകൂടാതെ തന്നെ മോര് കറി, ഇതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഇപ്പം ഞങ്ങൾ നേരെ വന്നത് മാൽപ്പേ ബീച്ചിലോട്ടാണ്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു 7-10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു ബീച്ചാണ് മാൽപ്പേ ബീച്ച്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇപ്പോൾ ഉടുപ്പിയിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും മാൽപ്പേ ബീച്ചിൽ വരാറുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു സെൻറ്റ് മേരീസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് കൂടിയുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കവർ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. ഞങ്ങളുടെ ട്രെയിൻ ഇന്ന് വൈകിട്ട് 8:30ക്കാണ് ട്രെയിൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം സഞ്ചരിക്കാനുള്ളൊരു ട്രാവൽ ചെയ്യാനുള്ളൊരു ടൈമില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഉച്ചയ്ക്ക് ഞങ്ങളൊരു ഹാഫ് ഡേ മൊത്തം ഈ ഒരു ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺസെറ്റ് എല്ലാം കണ്ടിട്ട് തിരിച്ച് ഡിന്നർ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് മാൽപ്പേ ബീച്ച്. അപ്പോൾ ഇതിൻ്റെ ബീച്ചിന് 2 വശങ്ങളിലും ഒരുപാട് ഷോപ്സ് കാണാൻ പറ്റും. ജ്യൂസിൻ്റെ കടകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സീ ഫുഡ് കിട്ടുന്ന കടകളുണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത്രയും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. സ്വിമ്മിങ് ഏരിയ ഉണ്ട്, പിന്നെ വാട്ടർ സ്പോർട്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ വൃത്തിയുള്ളൊരു ബീച്ചാണ് മാൽപ്പേ ബീച്ച്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ബീച്ചാണ് മാൽപ്പേ ബീച്ച്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും ഹ്യൂമിഡിറ്റി വളരെ കുറവാണ്. ബീച്ചിലോട്ട് എത്തുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്റ്റാച്യു നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ആണ്. വളരെ ജീവനുള്ളൊരു സ്റ്റാച്യു പോലെ എനിക്ക് തോന്നി. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു അതായത് നമ്മളെ ആളുകളെ വെൽക്കം ചെയ്യുന്നത് ഈ ഒരു മഹാത്മാഗാന്ധി പ്രതിമയിൽ നിന്നാണ്. നല്ല മനോഹരമായിട്ടുണ്ടല്ലോ, അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വളരെ ഫിനിഷിംഗ് ആയിട്ട് കാണുന്നുണ്ട്. മാൽപ്പേ ബീച്ച് നമുക്കൊരു ഗോവയിലൊക്കെ വന്നൊരു ആംബിയൻസ് തരുന്നൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ ഒരു സീ ഫുഡ് കിട്ടുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിൻ്റെ ചുറ്റും കുറേ തെങ്ങുകളുണ്ട്. ആ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ വളരെ അടിപൊളിയായിട്ടൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഉടുപ്പിയിലൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ബീച്ച് വന്ന് വിസിറ്റ് ചെയ്യണം. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഇപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് വന്ന് കളിക്കാനും അതുപോലെ തന്നെ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി വളരെ സേഫായിട്ട് കളിക്കാനൊക്കെ പറ്റുന്നൊരു ബീച്ചാണ് മാൽപ്പേ ബീച്ച്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് 150 രൂപയാണ്. നമുക്കിതിലൂടെ നടന്ന് നമുക്ക് കടലിൻ്റെ മേലിൽ കൂടെ നടക്കാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ബീച്ചിലത്തെ കുറേ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബീച്ചിൻ്റെ ഒരു സൈഡ് മൊത്തം ഈ ഒരു ടൂറിസ്റ്റുകൾക്കുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ ഒരുപാട് സേഫ് ഗാർഡും ഉണ്ട്, അതുകൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണിത്. പിന്നെ തിരമാല കുറച്ച് കൂടുതൽ ശക്തിയുള്ള തിരമാല എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ നാട് പോലെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ആരും ഇടുന്നില്ല. അത് വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വെക്കേഷൻ സമയം ആയതുകൊണ്ടായിരിക്കും ഒരുപാട് കുട്ടികൾ ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പിയിൽ വരുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ബീച്ച് വിസിറ്റ് ചെയ്യണം. നമുക്കൊരു ഗോവയുടെയൊക്കെ ഒരു ആംബിയൻസ് കിട്ടുന്നൊരു ബീച്ചാണ് മാൽപ്പേ ബീച്ച്.
അപ്പോൾ ഏകദേശം സൺസെറ്റ് ആവാറായി. അപ്പോൾ ഞങ്ങൾ ബീച്ചിനോട് ടാറ്റ ബൈ ബൈ പറയാൻ ടൈമായി. ഞങ്ങൾക്ക് വൈകിട്ട് 8:30 റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഉടുപ്പി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.